ഈ അടുത്ത കാലത്ത് ചുരത്തിൽ ഒരു സ്കൂൾ വാൻ മറിഞ്ഞുണ്ടായ ഒരു അപകടം നമ്മളെല്ലാവരും കേട്ടതാണ്. ഒരു ഇറക്കം വരുന്ന സമയത്ത് ബ്രേക്ക് പോയതാണ് ആ അപകടത്തിന് കാരണമെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളും ഇതുപോലെ ചുരത്തിലൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. ഡീസലിനും പെട്രോളിലൊക്കെ നമുക്ക് എഞ്ചിൻ ബ്രേക്കിങ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സേഫായി താഴെ ഇറങ്ങാനും മുന്നോട്ട് കയറി ചെല്ലാനും പറ്റും. ഇനി ഇതൊരു EV കാറാണെങ്കിലോ? അപ്പോൾ ഈ വീഡിയോ പറയുന്നത് എങ്ങനെ ഒരു EV കാർ ഉപയോഗിച്ചിട്ട് അത്യാവശ്യം നല്ല വളവും തിരിവും കയറ്റമൊക്കെ ഉള്ള റോഡ് എങ്ങനെ കയറ്റി പോകാമെന്നും എങ്ങനെ ഇറങ്ങി വരാമെന്നുമാണ്. EV കാറിൻ്റെ മോട്ടോർ എന്ന് പറയുന്നത് വളരെ ടോർക്കിയായ മോട്ടറാണ്. നല്ല പവർ ഉണ്ടാവും. ഒരു പെട്രോൾ എഞ്ചിനേക്കാളും അല്ലെങ്കിൽ ഡീസൽ എഞ്ചിനേക്കാളും ഒക്കെ പവർഫുള്ളാണ് ഒരു EV കാറിൻ്റെ മോട്ടോർ എന്ന് പറയുന്നത്. ഹൈ ടോർക്കുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ വാഹനം സ്പീഡ് കയറി പോവും. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത് ഇവിടെ നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. ഒരിക്കലും നിങ്ങൾ ഒരു കയറ്റം കയറുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ചുരം കയറുകയാണെങ്കിൽ ഒരു കാരണവശാലും എക്കോ മോഡിലിട്ട് കയറ്റാൻ പാടില്ല. ഇപ്പോൾ എല്ലാ കാറുകളിലും ഒരുപാട് മോഡുകളുണ്ടെങ്കിലും ബേസിക്കായി എല്ലാ കാറിലുള്ള 3 മോഡുകളാണ്: എക്കോ, നോർമൽ, സ്പോർട്ട്. ഇതൊരു എക്സാമ്പിളായി പറയാം. നിങ്ങളൊരു കയറ്റം കയറുന്ന സമയത്ത് കഴിയുന്നതും നോർമൽ മോഡിലോ പറ്റിയാൽ സ്പോർട്ട് മോഡിലോ ഇട്ടേക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത്, നിങ്ങൾ എക്കോ മോഡിലിട്ടാൽ ആക്സിലറേറ്റർ ഫുൾ ചവിട്ടേണ്ടി വരും. ഇങ്ങനെ ഫുൾ ചവിട്ടുന്ന സമയത്ത് ബാറ്ററി കൂടുതൽ കൺസ്യൂം ചെയ്യും, ചാർജ് ഡ്രോപ്പ് ഉണ്ടാവും. നോർമലോ സ്പോർട്ടിലോ ആണെങ്കിൽ ഒരു മയത്ത് ചവിട്ടിയാൽ മതിയാവും, അത്യാവശ്യം വണ്ടി കയറി പൊക്കോളും. കയറ്റത്തിൻ്റെ ഒരു വലുപ്പവും ആ സ്റ്റീപ്പൊക്കെ നോക്കിയിട്ട് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ചാർജ് ഡ്രോപ്പ് എക്കോ മോഡിൽ കമ്പയർ ചെയ്യുമ്പോൾ ചാർജ് ഡ്രോപ്പ് കുറവായിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, ഒരു കാരണവശാലും കയറ്റം കയറുന്ന സമയത്ത് റീജനറേഷൻ ഓണാക്കി വെക്കരുത്. പലരും ചെയ്യുന്നതാണ്, റീജനറേഷൻ നമ്മൾ നോർമലായിട്ട് ഓണാക്കി വെക്കും, അത് ഓഫ് ചെയ്യില്ല. ആ റീജനറേഷൻ വെച്ച് കയറ്റാൻ കയറാൻ നോക്കും. കഴിയുന്നതും റീജനറേഷൻ ഒന്നുകിൽ ഓഫ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് വെക്കുക, ലെവൽ 1 വെക്കുക. അധിക വണ്ടികളിലും ലെവൽ 1, 2, 3 ഉണ്ടാവുക. ലെവൽ 1 നിർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ തന്നെ വലിയ രീതിയിൽ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് കയറ്റം കയറി പോവാം. ഇനി ഇറങ്ങി വരുമ്പോൾ എന്ത് ചെയ്യണം? അതാണ് പറയുന്നത്. ഇറങ്ങി വരുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യം നേരെ തിരിച്ച് ചെയ്യുക. നിങ്ങൾ ഒരിക്കലും പവർ മോഡുകൾ യൂസ് ചെയ്തിരിക്കുക. നോർമൽ ഇടേണ്ട ആവശ്യമില്ല, സ്പോർട്ട് ഇടണ്ടാവും. എക്കോ മോഡിൽ ഇട്ടാൽ മതി. ഇനി എക്കോ പ്ലസ് ഉണ്ടെങ്കിൽ അതിലിട്ടാൽ മതി. അതുപോലെ റീജനറേഷൻ ഞാൻ പറഞ്ഞു കയറ്റം കയറുമ്പോൾ ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇവിടെ കയറ്റം ഇറങ്ങുമ്പോൾ റീജനറേഷൻ ഏറ്റവും ടോപ്പിൽ വെക്കുക. ലെവൽ 3 ആണ് ടോപ്പെങ്കിൽ ലെവൽ 3 വെച്ചോളുക. ആ സമയത്ത് നിങ്ങൾക്ക് ബ്രേക്കിംഗ് വളരെ കുറച്ച് മതി. ഒന്നാമത് പോകുന്നത് എക്കോ മോഡിലാണ്, അത്ര വലിയ വേഗതയൊന്നും കിട്ടില്ല. ആ ഒരു ഇറക്കത്തിൻ്റെ ആ ഒരു മൊമെൻറ്റം വെച്ച് പോവുക ചെയ്യും. കൂടെ റീജനറേഷൻ കൂടെ ഉണ്ടാകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചാർജ് വണ്ടിയിലേക്ക് കയറിക്കോളും. ഇതും ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇങ്ങനെ ഇറങ്ങി വരികയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പിന്നെ ബ്രേക്ക് ആവശ്യമുള്ള സമയത്ത് കൊടുത്താൽ മതി. കാരണം റീജനറേഷൻ ഏറ്റവും ടോപ്പിലാണ്, വണ്ടി പോകുന്ന എക്കോ മോഡിലാണ്. അപ്പോൾ ബ്രേക്കിംഗ് എന്ന് പറയുന്നത് ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കേണ്ടി വരൂ. ബ്രേക്ക് പാഡിൻ്റെ ലൈഫ് ലാഭിക്കാം, നല്ല രീതിയിൽ വണ്ടി ഓടിച്ച് കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ സ്പീഡ് കുറച്ച് ഓടിക്കുക. അതുകൊണ്ടാണ് എക്കോ മോഡിൽ ഇടാൻ പറഞ്ഞത്. എന്നാലും എക്കോ മോഡിലിട്ട് ചവിട്ടി പിടിക്കാതെ ഒരു മാന്യമായ രീതിയിലൊക്കെ കയറ്റം ഇറങ്ങി വരിക. ഹറിബറി ആവാതിരിക്കുക എന്നതാണ് ഏറ്റവും നല്ലത്. ഇതുപോലെ ഹിൽ ഹോൾഡും ഹിൽ ഡിസെൻറ്റ് കൺട്രോളും ഒക്കെ തന്നെ നിങ്ങളുടെ വാഹനത്തിലുണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം. അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ചാർജിന് അത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി അധികം ആരും ചിന്തിക്കാത്ത ടിപ്പ് കൂടെ പറയാം. ഒരു കാരണവശാലും നിങ്ങളൊരു ചുരം ഇറങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇറക്കങ്ങളുള്ള റോഡിലൂടെ പോകുമ്പോൾ ബാറ്ററി 100% ചാർജ് ആക്കാതിരിക്കുക. എന്തുകൊണ്ടെന്നാൽ 100% ബാറ്ററി ചാർജ് ആയാൽ തോന്നുന്നു അധിക കാറുകളിലും 90% കൂടുതൽ ബാറ്ററി ഉണ്ടെങ്കിൽ റീജനറേഷൻ വർക്ക് ചെയ്യില്ല. ഏത് ലെവലിട്ടിട്ടും കാര്യമില്ല, റീജനറേഷൻ കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ ബ്രേക്കിൽ പവർ കൊടുക്കേണ്ടി വരും. ഒന്നാമത് ഇറങ്ങി വരുന്നതാണ്, ആക്സിലറേഷൻ കുറവായിരിക്കും, ചാർജ് ഇറങ്ങില്ല. ബ്രേക്ക് തന്നെ ചവിട്ടി പിടിച്ച് ഇറങ്ങി വരേണ്ടി വരും. ബ്രേക്ക് ഷൂ ചൂടാവും, ബ്രേക്ക് പോവും. അപ്പോൾ ഇലക്ട്രിക് കാറുകൾ ഇറക്കത്തിലൂടെ പോകുന്ന സമയത്ത്, ചെറിയ ഇറക്കമല്ല, ഒരു ചുരമൊക്കെ ഇറങ്ങി വരികയാണെങ്കിൽ കഴിയുന്നതും 90% താഴെ മാത്രം ബാറ്ററി ലോക്ക് ചെയ്ത് വെക്കുക. ഒരു 80% താഴെ ചാർജ് ചെയ്താൽ മതിയെന്ന് ഞാൻ പറയും. ഏറ്റവും സേഫ് അതാണ്. കാരണം നിങ്ങൾ താഴെ എത്തുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ഇറക്കമൊക്കെ ആണെങ്കിൽ നിങ്ങൾ താഴെ എത്തുമ്പോഴത്തേക്കും ഒരു 5-10% ചാർജ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും.